Hello, good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. If you smell the rock is cooking. ഒരു രസം. ചത്ത പച്ച ദ റിംഗ് ഓഫ് റൗഡീസ്. ഈ പടം കലക്കും. സീരിയസ്ലി മാൻ, ഈ പടം കലക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. കലക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി അഞ്ഞ പിഞ്ഞ കണകുണ അങ്ങനെയുള്ള തൊലിഞ്ഞ കലക്കൊന്നും ആയിരിക്കില്ല. നല്ല വമ്പൻ കലക്കും എന്നാണ് എൻ്റെ ഒരു തോന്നല്. തൂക്കിയടി, വൻ കത്തിക്കല്. തിയേറ്ററിൽ ഈ പടം നല്ല ഗംഭീര എക്സ്പീരിയൻസ് തരുമെന്നാണ് ആസ് എ പ്രേക്ഷകൻ എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു വല്ലാത്ത പ്രതീക്ഷ. ആ പ്രതീക്ഷ തെറ്റിക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ പടത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വല്ലാത്തൊരു വിശ്വാസവും പ്രതീക്ഷയും ഉണ്ട്. ഇതിന്റെ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു, 57 സെക്കൻഡോ 59 സെക്കൻഡോ മറ്റേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ടീസർ കണ്ടിട്ട്, ഇപ്പൊ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല, ബട്ട് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഡയലോഗ് അടിക്കണതിൽ അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഡയലോഗ് അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷ വെക്കാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഈ പടത്തിന്റെ കേസിൽ എന്തോ ഒരു വിശ്വാസമുണ്ട്. കാര്യം, ഒരു വല്ലാത്ത ക്യൂരിയോസിറ്റിയാണ് എൻ്റെ ഈ ഒരു വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും കാരണമായിട്ട് നിൽക്കുന്നത്. നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതെങ്ങനെയാണ് ഇവര് പ്രസന്റ് ചെയ്യുക, എങ്ങനെയാണ് ഇത് ഇവർ മേക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിലുള്ള ക്യൂരിയോസിറ്റിയാണ് ഇത് പ്രതീക്ഷയായിട്ട് മാറുന്നത്. ഒന്നാമത് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു വെറൈറ്റി പരിപാടിയാണ്. പ്ലസ് കോമഡി സാധനം കൂടിയും ചേരുന്ന സമയത്തെ അപ്പൊ ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. പിന്നെ ഇതിൽ WWF, അതായത് അങ്ങനെ ഒരു ഫൈറ്റിംഗ് പരിപാടി. മറ്റേ ടീസറിൽ തന്നെ കണ്ട മറ്റേ ആർക്കെയോ പരിപാടിയൊക്കെ ചെയ്യുന്ന സംഗതിയൊക്കെ കണ്ടപ്പോൾ തന്നെ എടോ എങ്ങനെ ഇത് എടുക്കുന്നേ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു മേക്ക് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്, യുനോ. അപ്പോ ഇതെങ്ങനെ എടുക്കുന്നു? അപ്പോ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതാണ് അപ്രിഷിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആസ് എ പ്രേക്ഷകൻ പടം ഇറങ്ങുന്നതിന് മുമ്പാണെങ്കിലും ഞാനൊരു പ്രതീക്ഷയും വിശ്വാസവും വെക്കുന്നത് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഉള്ളിൽ അവരുണ്ടാക്കിയെടുത്ത ഒരു ക്യൂരിയോസിറ്റിയാണ്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്, വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഒരു ചെറിയ ക്യാമിയോ, ദ എം ഫാക്ടർ എന്താണ്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നമുക്കറിയില്ല. ട്രെയിലറിൽ കാണിക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും പടത്തില് ആ ചെങ്ങായിയുടെ സീന് വരുന്ന സമയത്ത് ഒരു പരിപാടി ആയിരിക്കും, ഒരു സീനായിരിക്കും. ഏതായാലും ട്രെയിലർ കാണാം. ഞാൻ പഠിപ്പിച്ചിടുന്നു. ഇവിടെ ഓണാക്കണം എന്ന് പറഞ്ഞൊരു പരിപാടി അമേരിക്കൻ ഐറ്റമാണ് നമ്മുടെ നാട്ടിൽ ഇറക്കണ. എടാ കോസ്റ്റ്യൂം കുസ്റ്റിക്ക് നാടകീയത ഉണ്ട്, കലക്കൻ മ്യൂസിക്കും ഉണ്ട്. കാണാൻ ആരുണ്ട്? നിനക്കൊക്കെ ഇവിടെ പണി ചെയ്ത് ജീവിക്കാൻ പാടില്ല. കാര്യം നിങ്ങൾ പറഞ്ഞ ഈ പരിപാടി എനിക്ക് മനസ്സിലാവണ്ട. ഇവിടെ ഇരിക്കും നമ്മുടെ റെസ്ലിംഗ്, നമ്മളുടെ കളിക്കാരല്ലേ, ഒന്ന് പിടിച്ചാലാ. പോലെ എന്നല്ല കയ്യിന്ന് പോയല്ല. എന്താ പറ്റിയ? ബാറ്ററി ഇറങ്ങി. ഞാൻ എന്റെ കൊച്ചിന്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ വന്നതാണ്. അത് നിങ്ങളോട് മാർഗംകളി കൂടാനായിട്ടല്ല. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ. കുടുംബടക്കം ഫുൾ പവർ. പോലെ
ഒന്നും നോക്കണ്ട. വാൾട്ടർ എവിടെ? വാൾട്ടർ എവിടെ? മമ്മൂക്ക സസ്പെൻസ് ഒന്നും അല്ലല്ലോ. ഓൾറെഡി ആൾക്കാർക്ക് അറിയാം ഈ പടത്തിന്റെ അകത്ത് ചെറിയൊരു ഭാഗമായിട്ട് മമ്മൂക്ക വരുന്നുണ്ടെന്ന്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പേര് പറയാതിരിക്കുന്നില്ല. മമ്മൂക്ക ഇതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. വാൾട്ടർ എന്ന് പറയുമ്പോൾ മമ്മൂക്കയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ട്രെയിലറിൽ പുള്ളിനെ കാണിച്ചിട്ടില്ലല്ലോ. അവസാനം കാണിച്ചത് മമ്മൂക്കല്ല, അല്ലെങ്കിൽ ഇതിൽ കാണിച്ചിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. തിയേറ്ററിൽ പോകുമ്പോ കണ്ടാ മതി. ലുക്കാണെങ്കിലും എല്ലാ രീതിയിലാണെങ്കിലും അത് വേറെ വൈബായിരിക്കും, വേറെ മൂഡായിരിക്കും. അത് വേറെ തന്നെ ഒരു ഓറയായിരിക്കും മമ്മൂക്ക വന്നിട്ട് നിൽക്കുന്ന സമയത്ത്. അത് എങ്ങനെ പുള്ളിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോണോ എന്നുള്ളത് കാണാനാണ് ഞാൻ ഓൾറെഡി പടം കാണാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ ക്യാമിയോനെ എങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കണമെന്നുള്ള അത് കാണാനുള്ള ക്യൂരിയോസിറ്റി ഒരു സൈഡിൽ കൂടെ ഭീകരമായിട്ട് ആക്ച്വലി ഉണ്ട്. അപ്പൊ ഏതായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല. കിടിലൻ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞോ. പകുതിയുടെ ഈ പ്രത്യേക പോയ സമയത്ത് മറ്റേ റിങ്ങിലുള്ള ആക്ഷൻസ് ഒക്കെ കാണിച്ച സംഗതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ എന്താ പറയുക, തുടക്കം പറഞ്ഞല്ലോ, ഭയങ്കര പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വാസം, ക്യൂരിയോസിറ്റി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത് പറയാൻ കാരണം വെറുതെ പടം ഇറങ്ങണതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തള്ളണ്ടേന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് തള്ളിയ തള്ളലൊന്നുമല്ല. ഈ പരിപാടി ഉണ്ടല്ലോ, എടുക്കുക എന്ന് പറയുന്നത് എളുപ്പല്ല. ഇത് ഒന്നാമത് ഫസ്റ്റ് ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. രണ്ട്, ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ ആക്ടേഴ്സിനെ കൊണ്ട് ഇത് പെർഫോം ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. അപ്പം ഇതിൽ കാണിച്ചിട്ടുള്ള മൂവ്സും കാര്യങ്ങളൊന്നും വെറുതെ ഒന്നും ഒരു സുപ്രഭാതത്തിൽ ഇരുന്ന് ചെയ്യാനൊന്നും പറ്റൂല. എനിക്ക് പൊതുവെ ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമകള് പോയി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതില് ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്ന പരിപാടി കാണാൻ നല്ല രസമാണ്. ഈ സ്പോർട്സ് മൂവീസിലൊക്കെ പ്രത്യേകിച്ച് ഈ ഫൈറ്റിംഗ് അല്ലെങ്കിൽ റെസ്ലിംഗ് കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ RDX ഒക്കെ നല്ല രസമായിരുന്നു. അതിൽ അവര് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. എല്ലാവരും അതിൽ അഭിനയിച്ചവരെല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. പഠിച്ച് ചെയ്യണതേ ഈ മൂവ്സും കാര്യങ്ങളൊക്കെ. RDX ഒരു പെട്ടെന്ന് മനസ്സിൽ തരുന്ന എനിക്ക് അതാണ്, ആ പടമാണ്. ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് വരുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ബേസിക് ആയിട്ട് ചില സാധനങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ അത് എന്താ പറയാ രസമായിട്ട് കണ്ടിരിക്കാനൊക്കെ ആക്ച്വലി പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പരിപാടി. അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്. ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വൻ തൂക്കിയിടിയായിരിക്കും, വൻ കത്തിക്കലായിരിക്കും തിയേറ്ററിൽ. പോസിറ്റീവ് വന്നാൽ പിന്നെ ഭീകരമൊക്കെയായിരിക്കും, യാതൊരു സംശയമില്ലാത്ത കാര്യം. നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കരുത് പടം ഇറങ്ങണതിന് മുമ്പ് ഇരുന്ന് എന്തിനും എങ്ങനെ പറയണേ അങ്ങനെ എന്നൊക്കെ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു ചില കാര്യങ്ങൾ എക്സെപ്ഷണൽ ആയിട്ട് നിങ്ങൾ വിടണം കേട്ടോ. ചില പടങ്ങളുടെ കേസിൽ ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് എല്ലാ പടങ്ങളുടെ കേസിലും നമ്മൾ ഈ ഒരു പ്രതീക്ഷയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒന്നും പറയില്ല. പക്ഷെ എക്സെപ്ഷണൽ ആയിട്ട് ചില സിനിമകളെ നമ്മൾ കൂട്ടണം. അപ്പൊ ഈ പടമൊക്കെ ആ കൂട്ടത്തിൽ പെടുന്ന ഒരു സംഗതിയാണ്. കാരണം നമുക്ക് ഓർഗാനിക് ആയിട്ട് ആ ഒരു വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടാവും. കാര്യം ഒരു ഡിഫറെന്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ആസ് എ പ്രേക്ഷകൻ കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു പുതുമയാണ്. പുതിയൊരു സാധനം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരാൻ വേണ്ടി പോകുന്നത്. സോ ആ അറ്റംപ്റ്റിന് ആദ്യം കൈയടി. രണ്ട്, നമുക്കത് എങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു താല്പര്യം. അപ്പൊ അതാണ് ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷയുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. എന്തായാലും പൊളിക്കട്ടെ. അർജുന അശോകനും വിശാഖ് നായരും റോഷൻ ഇവര് നല്ല ആക്ടേഴ്സ് ആണ്. ഞാൻ അർജുന അശോകനെ കുറിച്ചിട്ടൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അയാൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടർ. ഇപ്പം ബ്രഹ്മയോഗത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളിനൊക്കെ ഉപയോഗിക്കണം. ഇതിന്റെ അകത്ത് പുള്ളി നന്നായി ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ റോഷൻ നല്ലൊരു ആക്ടറാണ്. പിന്നെ വിശാഖ് നായർ, അയാള് പറയേണ്ട കാര്യമില്ല. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ എജ്ജാതി ഞെട്ടിക്കല ഞെട്ടിച്ച മറ്റേ കുപ്പിയാണ്. മറ്റേ സിനിമയിലെ ആനന്ദത്തിലെ കുപ്പി കപ്പിയൊന്നുമില്ല. ഇപ്പൊ വേറെ രീതിയിലൊക്കെയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. കിടും നല്ല പൊട്ടൻഷ്യലുള്ള ആക്ടറാ. അപ്പൊ എല്ലാവരും ഇതിന്റെ അകത്ത് തകർക്കട്ടെ. പിന്നെ നമ്മുടെ മുത്തും തകർക്കട്ടെ. മമ്മൂക്ക, വാൾട്ടർ തന്നെ അല്ലേ മമ്മൂക്ക അല്ലേ? എനിക്കറിയില്ല. മമ്മൂക്ക ഉണ്ട് എന്നുള്ളത് മാത്രം വേറെ റൂമേഴ്സുമായിട്ടൊക്കെ കേട്ടു. ഇതിപ്പോ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ കമന്റ് ബോക്സ് മൊത്തം
എന്താ പറയുക, അതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മമ്മൂക്ക 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 എന്നുള്ള സാധനം തന്നെ ആയിരിക്കും. അത് നേരത്തെ നമ്മൾ പ്രഡിക്ട് ചെയ്തതാണ്. അതിപ്പോ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ആണ്. പിന്നെ വെറുതെ ഒരു രസത്തിന് വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് നോക്കാം. ഇത് തന്നെ, വാൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ ഒരുത്തനും വളർന്നിട്ടില്ലടാ. മമ്മൂക്ക സീൻസ് അപ്പൊ നേരെ തിയേറ്ററിൽ. സീൻസ് നാച്ചുറൽ ഫീൽ എന്നാ പറയണത്. എക്സാക്ട്ലി നാച്ചുറൽ ആയിട്ടാണ് സീൻസ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്. അവ മേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ. ട്രെയിലർ കൺവിൻസിങ് ആണ്. ഇക്ക ഫാൻസ് ലൈക്ക് മമ്മൂക്ക 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 വെയിറ്റിംഗ് ഫോർ മമ്മൂക്ക, വെയിറ്റിംഗ് ഫോർ മമ്മൂക്ക, മമ്മൂക്ക ഫുൾ മമ്മൂക്ക മമ്മൂക്ക സാധനമാണ് കമന്റ് ബോക്സിൽ. ഇനി മമ്മൂക്ക ഇല്ലേ? അത് തെറ്റായൊരു ഇതാണോ? ഇനി എം എന്ന് പറയുന്നത് മോഹൻലാലാണോ? ഒരു പിടുത്തമില്ല. എന്നാണെങ്കിലും വരട്ടെ. മമ്മൂക്കയാണെങ്കിൽ ഇപ്പൊ മമ്മൂക്ക ഉണ്ടെന്നുള്ള സൂചന കിട്ടിയപ്പോ തന്നെ ഈ പടത്തിന് ഒരു ഹൈപ്പ് കേറിയിട്ടുണ്ട്. അത് മമ്മൂക്ക നല്ല ലാലേട്ടൻ ആയിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ, ഒരു പടത്തില് ക്യാമിയോ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ഏത് പടത്തിലാണോ ഇവര് ക്യാമിയോ ആയിട്ട് വരുന്നത് വെച്ചാൽ ആ പർട്ടിക്കുലർ പടത്തിന് അതിൻ്റെതായ ഒരു പർട്ടിക്കുലർ ഹൈപ്പും അതിൻ്റെതായ ഒരു സാധനം ആക്ച്വലി ഉണ്ടാവും. അതാണ് ആ ഒരു രണ്ട് പേരുകളുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. ഏതായാലും പൊളിക്കട്ടെ. 2026 മമ്മൂക്കേനെ ആദ്യമായിട്ട് ഈ പടത്തിലൂടെ ക്യാമിയോ ആയിട്ട്, നല്ല കിടിലൻ ക്യാമിയോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അപ്പൊ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊക്കെ പടം തിയേറ്ററിൽ പോകുന്ന സമയത്ത് നമുക്ക് അവർക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. ദാറ്റ്സ് ഇറ്റ്. ബൈ.